സുഖപ്രസവം അത്ര സുഖകരമാണോ? രചന ഹേമാംബിക. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീസ് പൂനൂർ. എൻ്റെ പൊന്നു മോളെ, അച്ഛമ്മ എത്ര പ്രാവശ്യം നിന്നോട് പറഞ്ഞിട്ടുണ്ട് ഉച്ചക്ക് ഉറങ്ങാൻ പാടില്ലെന്ന്. ഗർഭിണിയായ പെണ്ണുങ്ങൾ ഉച്ചക്ക് ഉറങ്ങിയാലേ പ്രസവ സമയത്ത് ഉറക്കം വരും. അങ്ങനെ പ്രസവം നീണ്ടുപോകും. വൈശാലിയെ തലോടിക്കൊണ്ട് അച്ഛമ്മ പറഞ്ഞു. ക്ഷീണം കൊണ്ട് അല്പം ഉറങ്ങിപ്പോയതാ. ഞാൻ കുറച്ച് സമയം ഉറങ്ങിക്കോട്ടെ അച്ഛമ്മേ, അവൾ യാചിക്കുന്ന പോലെ പറഞ്ഞു. അരുത് മോളെ, നിന്റെ നല്ലതിന് വേണ്ടിയല്ലേ ഈ മുത്തശ്ശി പറയണത് എന്നും പറഞ്ഞ് അവൾ എണീപ്പിച്ചിരുത്തി. ഇന്ന് നീ കുറുന്തോട്ടി കഷായം കുടിച്ചോ? ഇല്ല അച്ഛമ്മേ, അത് കുടിക്കുമ്പോൾ എന്തോ മനം പുരട്ടുന്ന പോലെ തോന്നുക. അവൾ ഓക്കാനിക്കുന്ന പോലെ നാവ് നീട്ടിക്കൊണ്ട് പറഞ്ഞു. എന്താ കുട്ടിയെ ഇത്? പറഞ്ഞ ഒട്ടും അനുസരണ ഇല്ലാണ്ടായില്ലേ? ഈ അച്ഛമ്മയുണ്ടല്ലോ 10 പ്രസവിച്ചതാ. ഇന്നത്തെ പോലെ ഒരു ആശുപത്രിയിലും പോയിട്ടല്ല പ്രസവിച്ചത്. 7-ാം മാസം മുതൽ കുറുന്തോട്ടി കഷായം വെച്ച് കുടിക്കും. 1000 കുറുന്തോട്ടി കുടിച്ച് അവൾ അറിയാതെ പ്രസവിക്കുന്ന ശാസ്ത്രം എന്നും പറഞ്ഞുകൊണ്ട് ഗ്ലാസ്സിലിരുന്ന കുറുന്തോട്ടി കഷായം അച്ഛമ്മ അവൾക്ക് നേരെ നീട്ടി. ഇഷ്ടമില്ലാതൊരു വായ കുടിച്ചത് അവൾ വായ പൊത്തിക്കൊണ്ട് ഓടി വാഷ് ബേസിന് ഛർദ്ദിച്ച്. ഇവൾ വൈശാലി 8 മാസം ഗർഭിണിയാണ്. 7-ാം മാസം മുതൽ സ്വന്തം വീട്ടിലാണ് താമസം. അച്ഛനമ്മയും ജോലിക്കാരായതുകൊണ്ട് അച്ഛമ്മയുടെ ഭരണത്തിന് കീഴിലാണ് വൈശാലിയുടെ ഇപ്പോഴത്തെ ജീവിതം. ഭർത്താവ് മഹേഷ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്. 7-ാം മാസത്തെ പുളിയൂണ് സദ്യയ്ക്ക് ശേഷം വൈശാലി സ്വന്തം വീട്ടിലേക്ക് വന്നു. അതിൽ പിന്നെ അവൻ ഭാര്യയ്ക്കും ഭർത്താവിനും പരസ്പരം മനസ്സമാധാനത്തോടെ കാണാനോ സംസാരിക്കാനോ കഴിഞ്ഞിട്ടില്ല. മഹേഷ് വീട്ടിലേക്ക് വരുന്നൊന്നും അച്ഛമ്മയ്ക്ക് ഇഷ്ടമല്ല. ഇനി വന്നാൽ തന്നെ മറ്റൊരു മുറിയിൽ മാറി കിടന്നോളണം. പ്രസവിക്കാറായ പെണ്ണിൻ്റെ കൂടെ ഭർത്താക്കന്മാർ കിടക്കാൻ പാടില്ലെന്ന പണ്ടത്തെ ചിട്ട പറഞ്ഞ് മഹേഷിനെ വിലക്കിരിക്കുകയാണ് അച്ഛമ്മ. ഫോൺ ചെയ്യുന്ന പോലും കാണുന്ന അച്ഛമ്മയ്ക്ക് ഇഷ്ടമല്ല. മഹേഷിൻ്റെ നെഞ്ചിൽ ചാരി കിടക്കാനും ഒരേ കട്ടിലിൽ കിടന്ന് മതിയാവോളം സംസാരിക്കാനുമെല്ലാം അതിയായ ആഗ്രഹം അവൾക്കുണ്ട്. പക്ഷേ അച്ഛമ്മ എന്ന കട്ടുറുമ്പ് അവരുടെ ഇടയിൽ വിലങ്ങുതടിയെ നിൽക്കുകയാണ്. ഞാനെന്തിനാ വഹിച്ചു വരുന്നു? നിന്റെ അച്ഛമ്മയുടെ മൂക്കുമുറും കാണാനാണോ? എന്നെ കാണുമ്പോൾ ചെകുത്താൻ കുരിശേണ്ട പോലെയാ അച്ഛമ്മേനെ നോക്കുന്നത്. ഏതായാലും ഇനി അധിക ദിവസമല്ലല്ലോ, പ്രസവം എടുക്കാറായില്ലേ, താനൊന്ന് ക്ഷമിക്കേണ്ട മോളെ എന്നൊക്കെ സമാധാന വാക്കുകൾ പറഞ്ഞ് മഹേഷ് അവളെ സമാധാനിപ്പിക്കുകയും സ്വയം സമാധാനിക്കുകയും ചെയ്തു. 1 മിനിറ്റ് അടങ്ങിയിരിക്കാൻ അച്ഛമ്മ സമ്മതിക്കില്ല. മുട്ടുകുത്തിയിരുന്ന് നിലം മുഴുവൻ തുടപ്പിക്കും. വിശാലമായി നീണ്ടെടുക്കുന്ന തറവാട് മുറ്റം മുഴുവൻ 2 നേരം മുറ്റം അടുപ്പിക്കും. വസ്ത്രങ്ങളെല്ലാം അലക്കുകല്ലിലിട്ട് അലക്കിപ്പിക്കും. വൈശാലി തറവാട്ടിലേക്ക് വന്നതിൽ പിന്നെ വാഷിംഗ് മെഷീനും മിക്സിയും എല്ലാം അതിൻ്റെ ജോലികൾ മറന്നവട്ടാണ്. 2-3 മാസത്തെ കഷ്ടപ്പാടുകൾക്ക് ശേഷം ഇന്നാണ് വൈശാലിയുടെ പ്രസവത്തിന് ഹോസ്പിറ്റലിൽ പോകേണ്ട ദിവസം. വൈശാലി ഒരുങ്ങിയിറങ്ങി. അപ്പോഴാണ് മുത്തശ്ശിയുടെ വലങ്കയായ സുമതി ചേച്ചിയുടെ വരവ്. അല്ല മോളെ, ഹോസ്പിറ്റലിലേക്ക് പോയി ഒരുങ്ങി നിൽക്കുകയാണല്ലേ? അത് എന്ന രീതിയിൽ വൈശാലി തലയും നാട്ടി ഒന്ന് ചിരിച്ച പോലെ വരുത്തി. വയറൊന്നും താഴോട്ട് ഇടിഞ്ഞിട്ടില്ലല്ലോ മോളെ. സാധാരണ 9 മാസമൊക്കെ ആകുമ്പോൾ വയറിടിഞ്ഞ് താഴോട്ട് വരും. എന്താ നീ പണികളൊന്നും ചെയ്യാറില്ലേ? ഒന്ന് കൊത്തിക്കൊണ്ട് സുമതി ചേച്ചി പറഞ്ഞു. എൻ്റെ സുമതി, ഇപ്പോഴത്തെ പെൺകുട്ടികൾക്ക് പ്രസവം എന്ന് പറഞ്ഞാൽ ഒരസുഖ. വിശേഷം ഉണ്ടെന്ന് അറിഞ്ഞാൽ പിന്നെ കട്ടിൽ നിന്ന് താഴേക്ക് ഇറങ്ങില്ല. എത്ര തരം മരുന്നാണ് ഇവർ കഴിക്കുന്നത്? എല്ലാ മാസവും സ്കാനിങ്ങിന് പോകണം. അതൊക്കെ നമ്മുടെ കാലം. ഞാൻ ഇവിടെ അച്ഛനെ പ്രസവിക്കുന്നതിൻ്റെ പാടത്ത് പണിയെടുക്കുമ്പോഴാണ് ഒരു വലിയ വേദന മിന്നൽ പോലെ വന്ന് കുറച്ചങ്ങ് മാറിയൊരു പൊന്തക്കാട്ടിലേക്ക് പോയി കിടന്നതും പ്രസവവും ഒരുമിച്ചായിരുന്നു. കുഞ്ഞിനെയും കയ്യിലെടുത്തൊരു പാളയിൽ കിടത്തി ബാക്കി പണി കൂടി ചെയ്യാൻ കണ്ടത്തിലേക്ക് ഇറങ്ങിയപ്പോൾ ഒപ്പമുള്ള പണിക്കാരി പെണ്ണുങ്ങൾ പറഞ്ഞു, ഇപ്പം തന്നെ പ്രസവിച്ചല്ലേ ഉള്ളൂ, ഇപ്പോഴത്തെ പണി ഇവിടെ നിർത്തി വിശ്രമിച്ചോളാൻ. പിറ്റേ ദിവസം മുതൽ അരിവാളും വള്ളിയെടുത്ത് ഞാൻ വയലിലേക്ക് ഇറങ്ങി. എന്നിട്ട് എന്താ സംഭവിച്ച്? എനിക്ക് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഒരു ആരോഗ്യക്കുറവില്ല. സത്യത്തിൽ അച്ഛമ്മയുടെ വാക്കുകൾ കേട്ടതും വൈശാലിക്ക് സങ്കടം തോന്നി. ഞാൻ എത്ര പണികളാണ് ഇവിടെ ചെയ്തിരുന്നത്. എന്നിട്ട് മുത്തശ്ശി ഇപ്പോൾ പറയുന്നു ഒരു പണിയും ചെയ്യുന്നില്ലെന്ന്. അവളുടെ 2 കണ്ണുകൾ ഈറാനായി. വയസ്സായവരല്ലേ, എന്തെങ്കിലും പറഞ്ഞോട്ടെ. അവളുടെ കണ്ണുകളിൽ വെള്ളം നിറയുന്ന കണ്ട് അച്ഛൻ അവളെ പറഞ്ഞ് സമാധാനിപ്പിച്ചു. അല്ലെങ്കിൽ നിങ്ങളുടെ അമ്മയുടെ നാവ് വായി കിടക്കില്ല. 4 ആളെ കണ്ട കുടുംബക്കാരെ പറ്റി കുറ്റം പറയാൻ നിങ്ങളുടെ അമ്മ വായ തുറക്കൂ. അതിപ്പോൾ പേരക്കുട്ടിയാണെന്നൊന്നും അവർ നോക്കില്ല. വൈശാലിയുടെ സങ്കടം കണ്ട് അവളുടെ അമ്മ ഗർവിച്ചുകൊണ്ട് അച്ഛനോട് പറഞ്ഞു. കുറച്ച് സമയം കഴിഞ്ഞത് മഹേഷ് കാറുമായി വന്നു. എല്ലാവരും അതിൽ കയറി ഹോസ്പിറ്റലിലേക്ക് പോയി. ഹോസ്പിറ്റലിൽ എത്തുന്നതിന് മുമ്പ് തന്നെ വൈശാലിക്ക് വേദന തുടങ്ങിയിരുന്നു. അടിവയറ്റിൽ നിന്ന് ജീവൻ പോകുന്ന പോലെ ഒരു വേദന വരും. ആ വേദന നട്ടിൽ പിളർക്കുന്ന പോലെ അവൾക്ക് തോന്നി. കഠിനമായ കുറേ സമയത്തെ വേദനയ്ക്ക് ശേഷം പതിയെ ആ വേദന കുറഞ്ഞു. അത്രയും സമയം വേദന കടിച്ചമർത്തിയ ക്ഷീണത്താൽ അവൾ മയക്കത്തിലേക്ക് വീഴും. ലേബർ റൂമിൽ ഒപ്പുണ്ടായിരുന്നവരെല്ലാം പ്രസവിച്ചു പോകുന്നുണ്ട്. തൻ്റെ പ്രസവം ആവാറായില്ലല്ലോ എന്നോർത്ത് അവൾക്ക് സങ്കടം തോന്നി. പിന്നെ ഒരു വലിയ വേദന അവൾക്ക് അനുഭവപ്പെട്ടു. മയക്കത്തിൽ നിന്നുണർന്ന വൈശാലി വേദന കൊണ്ട് പുളഞ്ഞു. അവളുടെ ചുണ്ടിൽ വിറക്കാൻ തുടങ്ങി. പിന്നെ ആ വേദന പതിയെ അലിഞ്ഞില്ലാതായി. സിസ്റ്ററെ, അടുത്തു നിന്നിരുന്ന സിസ്റ്റർ വിളിച്ചു. എന്താ വൈശാലി? എനിക്ക് മഹിയേട്ടനെ അല്ല ഹസ്ബൻഡിനെ ഒന്ന് കാണണം. ഇത് നല്ല തമാശ.
എൻ്റെ പൊന്നുമോളെ, നീ മാത്രമല്ലല്ലോ ഈ ലേബർ റൂമിലുള്ളത്. ഇവിടേക്ക് പുരുഷന്മാർക്ക് പ്രവേശനമില്ല. അതുമാത്രമല്ല, ആര് വന്നിട്ട് എന്താ കാര്യം? നിന്റെ വേദനയെ ഏറ്റെടുക്കാൻ ആർക്കും കഴിയില്ല. അധികം വേദനിക്കാതെ പ്രസവിക്കണം തമ്പുരാനോട് പ്രാർത്ഥിക്കുക. അത്ര മാത്രമേ നമുക്ക് ചെയ്യാൻ കഴിയൂ. അല്പം പ്രായം ചെന്ന സിസ്റ്റർ അവളോട് പറഞ്ഞു. പിന്നെയും വലിയ വേദനകൾ വരികയും പോവുകയെല്ലാം ചെയ്തു. ഒപ്പമുണ്ടായിരുന്നവരെല്ലാം പ്രസവിച്ചു പോയതും അവസാനം വൈശാലി മാത്രമായി ലേബർ റൂമിൽ. അവളുടെ ഡോക്ടറെ കണ്ടതും വൈശാലിക്ക് അല്പം ആശ്വാസം തോന്നി. പക്ഷെ ആ ആശ്വാസം അധിക സമയം നീണ്ടു നിന്നില്ല. ഡോക്ടർ വന്നൊരു കയ്യിൽ ഗ്ലൗസ് ഇരുന്ന് മാത്രമേ അവൾ കണ്ടിരുന്നുള്ളൂ. PV ചെയ്തതിലൂടെ പ്രസവവേദനയേക്കാൾ വലിയ വേദന അവൾ അനുഭവിച്ചു. സമയമായിട്ടില്ല വൈശാലി, ഇന്ന് രാത്രി കഴിയട്ടെ എന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞ ശേഷം ഡോക്ടർ അവിടുന്ന് പോയി. പിന്നീടുള്ള സമയങ്ങളിലെല്ലാം വലിയ ഏകാന്തതയാണ് അവൾക്ക് തോന്നിയത്. ഇടയ്ക്കിടെ വേദന വരികയും പോവുകയും ചെയ്തുകൊണ്ടേയിരുന്നു. കസേരയിൽ ഇരുന്നുറങ്ങുന്ന സിസ്റ്റർ അവൾ ഇടയ്ക്ക് വിളിക്കും. സിസ്റ്ററെ, എന്നെ നടുവും തിരുമ്മിത്തരുമോ? വേദന കൊണ്ട് പൊട്ടുന്ന പോലെ. എൻ്റെ മോളെ, ഒന്ന് മിണ്ടാക്കിടക്ക്. നിനക്ക് പ്രസവിക്കാൻ സമയമായിട്ടില്ല. കുട്ടി ഇറങ്ങി വന്നിട്ടില്ല. ഞാനും തിരുമ്മി തന്നിരുന്ന് എനിക്ക് പ്രത്യേകിച്ച് ആശ്വാസമൊന്നും കിട്ടില്ല. തൻ്റെ ഉറക്കത്തിന് തടസ്സമാൻ ദേഷ്യത്തിൽ സിസ്റ്റർ പറഞ്ഞു. പിന്നെയും പലപ്പോഴായി വേദന വന്നുകൊണ്ടേയിരുന്നു. ആ രാത്രി മുഴുവൻ ആരോടും മിണ്ടാനില്ലാത്ത ഏകാന്തതയാലും ഇടയ്ക്കിടെയുള്ള കഠിനമായ വേദനയാലും അവൾ മരണവേദന അനുഭവിച്ചു. ഈ പ്രതിഭാസം പിന്നെയും തുടർന്നുകൊണ്ടേയിരുന്നു. പിറ്റേ ദിവസം ഏകദേശം 8 മണി സമയമായപ്പോൾ ഡോക്ടർ പിന്നെ അവളെ പരിശോധിച്ചു. നോർമൽ ഡെലിവറി നടക്കുമെന്ന് തോന്നുന്നില്ല. കുട്ടി ഇറങ്ങി വന്നിട്ടില്ല. ഇപ്പം തന്നെ സിസേറിയൻ ചെയ്യണം. എന്ത് ചെയ്തിട്ടാലും കുഞ്ഞിനെ പുറത്തെടുത്ത് മതിയാവുന്ന ചിന്തയിൽ ഹോസ്പിറ്റലുകാർ പറയുന്നിടത്തെല്ലാം അവൾ സൈൻ ചെയ്ത് കൊടുത്തു. പിന്നീട് 2-3 നഴ്സുമാരും ഡോക്ടറും അവളെ സന്ദർശിക്കാൻ വന്നു. അവർ അവളോടൊരു ഭാഗത്തേക്ക് ചെരിഞ്ഞെടുക്കാൻ ആവശ്യപ്പെട്ടു. 2 മുട്ടും മടക്കി വെച്ച് കാല് വയറിനടുത്തേക്ക് കൊണ്ടുവന്ന് തലയും കുനിച്ച് പിടിച്ച് നടുവളച്ച് അവിടെ ഒരു ഇഞ്ചക്ഷൻ ചെയ്തു. മരുന്നുള്ളിൽ കയറിയതും ജീവൻ പോകുന്ന വേദന തോന്നി അവൾക്ക്. അപ്പോൾ തന്നെ അവളുടെ കാലിൻ്റെ അടിയിൽ നിന്നൊരു തരിപ്പ് അനുഭവപ്പെട്ടു. പിന്നീട് വേദനകളൊന്നും അത്ര അറിഞ്ഞില്ല. സ്ട്രക്ചറിൽ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോകുമ്പോൾ അവളെ നോക്കി നിറമിഴികളോട് നിൽക്കുന്ന അച്ഛനമ്മമാരെയും മഹിയേട്ടനെയും അവൾ കണ്ടു. മഹി അവളുടെ അടുത്ത് വന്നതിന് ശേഷം അവളുടെ നെറ്റിയിലൊരു ഉമ്മ കൊടുത്തു. ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഓൾ ദി ബെസ്റ്റ് എന്ന് അവൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഭഗവാനെ വിളിക്കു കൂട്ടിയേ, ആച്ചമ്മയുടെ പ്രാർത്ഥന എന്നും ഉണ്ടാവും. ഓപ്പറേഷൻ തിയേറ്ററിൽ ചെന്നു പുറകിൽ നിന്നൊരു നേഴ്സ് അവിടെ കണ്ണുകൾ മൂടിക്കെട്ടി. വയറിൽ എന്തോ വരയ്ക്കുന്ന പോലെ ചെറിയൊരു തോന്നൽ അവൾക്കുണ്ടായി. നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ കുഞ്ഞിൻ്റെ ചെറിയ കരച്ചിലാണ് അവൾ കേട്ടത്. അടുത്തെങ്ങാനും പ്രസവിച്ച മറ്റേതെങ്കിലും കുഞ്ഞാണെന്ന് അവൾ ആദ്യം കരുതി. വൈശാലി പ്രസവിച്ചിട്ടോ? പെൺകുട്ടിയാ എന്ന് പറഞ്ഞ് ഡോക്ടർ അവിടെ കണ്ണിലെ കെട്ടഴിച്ചു. അവൾ കണ്ണു തുറന്ന് 2 കൈകളാൽ ഉയർത്തിപ്പിടിച്ച കുഞ്ഞിനെ അവളുടെ കവിളിൽ നിന്ന് മുട്ടിച്ചതിന് ശേഷം കുഞ്ഞിനെ അവർ കൊണ്ടുപോയി. കുഞ്ഞിനെ കണ്ടതും വൈശാലിയുടെ മാതൃഹൃദയം ഒന്ന് തുടിച്ചു. കുഞ്ഞിൻ്റെ ശരീരം മുഴുവൻ എന്തോ വെളുത്ത വഴുവഴുപ്പാൽ മൂടിയതുപോലെ അവൾക്ക് തോന്നി. പിന്നീട് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ സ്റ്റിച്ചിങ് മുഴുവനും കഴിഞ്ഞു. ഇത്ര സമയം അനുഭവിച്ചൊന്നുമല്ല ഏകാന്തത. ഇനിയാണ് ശരിയായ ഏകാന്തത അനുഭവിക്കാൻ പോകുന്നെന്ന വിവരം പാവം വൈശാലി അറിഞ്ഞില്ല. ഒബ്സർവേഷൻ വാർഡിൽ തുണിയാൽ മറക്കപ്പെട്ട കട്ടിലിൽ ആരെയും കാണാതെ അവൾ മണിക്കൂറുകളോളം കിടന്നു. ഇടയ്ക്ക് അടുത്തു വരുന്ന നേഴ്സുമാർ അല്ലാതെ മറ്റാരെയും കാണാനോ സംസാരിക്കാനോ കഴിഞ്ഞിരുന്നില്ല. ഇടയ്ക്ക് അവൾ മയക്കത്തിലേക്ക് വഴുതി വീഴും. കുറെ കഴിഞ്ഞ് എഴുന്നേൽക്കും. സത്യത്തിൽ ഈ ഏകാന്തതയാണ് സഹിക്കാൻ കഴിയാത്തത്. മുമ്പ് അനുഭവിച്ച വേദനകളൊന്നും ഒരു വേദനയല്ലാത്ത പോലെ അവൾക്ക് തോന്നി. ഏകാന്തതയേക്കാൾ വലിയ വേദന വേറെയില്ല. കുറെ കഴിഞ്ഞ് കുഞ്ഞിനെയും കൊണ്ട് അവിടെ അമ്മ പാൽ കുടിപ്പിക്കാനായി കൊണ്ടുവന്നു. കൂടെ മഹിയേട്ടനുണ്ടായിരുന്നു. മഹിയേട്ടനെ കണ്ടതും വൈശാലിയിൽ സന്തോഷം അണപൊട്ടി ഒഴുകി. തൻ്റെ കുഞ്ഞിനെ അവിടെ അടുത്ത് കിടത്തി. സിസേറിയൻ കഴിഞ്ഞ് അധികമാവാത്ത താനിങ്ങനെ എണീറ്റിരുന്ന് പാൽ കൊടുക്കും. എന്നാൽ ചെരിഞ്ഞെടുക്കുക എന്ന് വെച്ചാൽ വേദനയാണ്. ഒരു കണക്കിന് വേദന സഹിച്ച് അവൾ ചെരിഞ്ഞു കിടന്നു. അപ്പോഴാണ് അവൾ തൻ്റെ കുഞ്ഞിനെ ആദ്യമായി ശരിക്കൊന്ന് കാണുന്നത്. ചുമന്ന് വെളുത്തടിച്ച ശരീരം, ചുണ്ടുകൾ ലിപ്സ്റ്റിക് ഇട്ടതുപോലെ ചുമന്നിരിക്കുന്നു. വാത്സല്യത്തോടെ തൻ്റെ കുഞ്ഞിൻ്റെ നെറുകയിലൊന്ന് തലോടി നെറുകയിൽ തൊട്ടതും നെറുകി ഉറക്കാത്ത പോലെ അവൾക്ക് തോന്നി. കുഞ്ഞിൻ്റെ അവിടെയും തൊടാതെ മോളെ, ചെറിയ കുഞ്ഞല്ലേ, നെറുകി ഉറച്ചിട്ടില്ല, അമ്മ ശാസനയോടെ പറഞ്ഞു. പ്രസവിച്ചിട്ട് 2 മണിക്കൂറായി, കുഞ്ഞിന് പാലുകൊടുക്കും മോളെ, അവളുടെ അമ്മ പറഞ്ഞു. തൻ്റെ മാറിടത്തിൻ്റെ അറ്റം കുഞ്ഞിൻ്റെ വായിൽ വെച്ച് കൊടുത്തും കുഞ്ഞിന് കുടിക്കാൻ കഴിയാതെ അത് വായിൽ നിന്നും വിട്ടുപോയി. അവളുടെ അമ്മ അപ്പോൾ മുലഞ്ഞെട്ട് കുഞ്ഞിൻ്റെ വായിലേക്ക് തിരികെ കയറ്റി. മൂർച്ചയേറിയ കുഞ്ഞിൻ്റെ തൊണ്ണുകൾ അവളുടെ മുലഞ്ഞെട്ടിൽ അമർത്തി കടിച്ചു. വേദന കൊണ്ട് വൈശാലി തുള്ളിപ്പോയി. കുഞ്ഞ് പാൽ കുടിക്കാനായി ധൃതി കൂട്ടുന്നുണ്ടെങ്കിലും മാറിടത്തിൽ നിന്നൊരു തുള്ളി പാലും ഉണ്ടായിരുന്നില്ല. ആഞ്ഞു വലിച്ചിട്ടും പാല് കിട്ടാത്തതിനാൽ കുഞ്ഞ് ഉറക്കെ കരഞ്ഞതും കുഞ്ഞിൻ്റെ വായിൽ നിന്നും മുലഞ്ഞെട്ട് അകന്നു മാറി. സത്യത്തിൽ അപ്പോൾ വേദന കൊണ്ട് കണ്ണുകൾ നിറഞ്ഞത് വൈശാലിയുടെ ആയിരുന്നു. ഒരു നേഴ്സ് വന്ന് അവിടെ മുലഞ്ഞെട്ടുകൾ പിടിച്ചു വലിച്ചതും അവൾ വേദന കൊണ്ട് സ്വർഗം കണ്ടു. അപ്പോൾ മുലഞ്ഞെട്ടിൽ നിന്നും ചെറിയ തോതിൽ വെള്ളത്തുള്ളികൾ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി. പിന്നെയും കുഞ്ഞിന് പാൽ കുടിക്കാൻ കിട്ടിയില്ല. ഇതിൽ പാലാകുന്നവരെ ലാക്ടോജിൻ കൊടുക്കാം എന്ന് പറഞ്ഞ് നേഴ്സ് കുഞ്ഞിനെയും കൊണ്ടുപോയി. പിന്നെയും രാത്രികളിൽ 2-3 പ്രാവശ്യം അവിടെ അമ്മ കുഞ്ഞിനെയും കൊണ്ട് വന്നു. കുഞ്ഞിൻ്റെ തൊണ്ണിൻ്റെ മൂർച്ച സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് കുഞ്ഞ് അടുത്തു വരുന്നതിന് വൈശാലിക്ക് വേദനയായി തോന്നി.
വളരെ ഏകാന്തതയും വേദനയും നിറഞ്ഞ ആ രാത്രിക്ക് ശേഷം പിറ്റേ ദിവസം ഡോക്ടർ അവളെ റൂമിലേക്ക് മാറ്റി. റൂമിലേക്ക് പോകുമ്പോൾ അവിടെ മനസ്സിൽ സന്തോഷമായിരുന്നു. സത്യത്തിലൊരു ജയിൽവാസം തന്നെയാണ് ഈ ഒബ്സർവേഷൻ വാർഡ്. റൂമിലെത്തിയതും ട്യൂബുകളെല്ലാം ഊരി മാറ്റി. ഇനിയാണ് സിസേറിൻ്റെ വേദന എന്താണെന്ന് അറിയാൻ പോകുന്നത്. ടോയ്ലറ്റിലേക്കൊന്ന് പോവാൻ എണീക്കാൻ മറ്റൊരാളുടെ സഹായം വേണം. മറ്റൊരാളുടെ സഹായത്തോടെ എണീറ്റാലും തുന്നിക്കൂട്ടിയ സ്ഥലത്ത് ജീവൻ പോകുന്ന വേദന അനുഭവപ്പെടും. പതിയെ നടന്ന് ബാത്റൂമിൽ പോയി കാര്യം സാധിച്ചതിന് ശേഷം തിരിച്ചു വന്ന് ബെഡിൽ കിടക്കാനും ഒരാളുടെ സഹായം വേണം. സിസേറിയൻ കഴിഞ്ഞ സ്ത്രീകൾ പിറ്റേ ദിവസം മുതൽ നടക്കണം, എങ്കിലേ സ്റ്റിച്ച് വേഗമുണങ്ങിയെന്ന നഴ്സിൻ്റെ ഉപദേശപ്രകാരം അവൾ പതുക്കെ നടക്കാൻ തുടങ്ങി. സത്യത്തിൽ വയറ് മറ്റൊരു ഭാഗത്തേക്ക് ചെരിഞ്ഞു പോകുന്ന പോലെയാണ് അവൾക്ക് തോന്നിയത്. തുന്നിക്കൂട്ടിയ ഭാഗം വലിയും തോറും വേദന കൂടിക്കൂടി വരുന്നു. ഒരു ദിവസം കഴിഞ്ഞപ്പോഴേക്കും അവളുടെ മാറിടങ്ങൾ പാലിച്ചുരത്താൻ തുടങ്ങിയിരുന്നു. മുമ്പ് കുറേയേറെ വേദന സഹിച്ചെങ്കിലും പിന്നീട് കുട്ടി കുടിച്ച് ആ വേദന മാറിക്കിട്ടി. എന്താ ചെയ്യുക, ജോലി ചെയ്യാൻ പറഞ്ഞാൽ ചെയ്യില്ല, അതല്ലേ കത്തി വെക്കേണ്ടി വന്ന്. സാരല്ല, സുഖപ്രസവത്തിൻ്റെ വേദനയെന്നറിയാതെ കഴിഞ്ഞില്ലേ. പ്രസവവേദന അറിയാതെ പ്രസവിക്കാൻ കഴിഞ്ഞു. സത്യത്തിൽ സിസേറിയൻ കഴിഞ്ഞ സ്ത്രീകൾക്കൊന്നും കുഞ്ഞുങ്ങളോട് സ്നേഹം ഉണ്ടാവില്ല എന്ന മുത്തശ്ശിയുടെ സ്റ്റേറ്റ്മെൻറ്റാണ് അവളിൽ ദുഃഖം നിറച്ച്. അപ്പോൾ താനീ അനുഭവിച്ചൊന്നും വേദനയല്ലേ. ഒരു ദിവസം മുഴുവൻ പ്രസവവേദന അനുഭവിച്ച് ലേബർ റൂമിൽ കഴിഞ്ഞ് പിന്നെ ശരീരം കീറിമുറിച്ച് ഒരു ദിവസം മുഴുവൻ ആരെയും കാണാതെ ഒബ്സർവേഷൻ വാർഡിൽ കിടന്നു. ഇപ്പോൾ എണീക്കാനോ ഇരിക്കാനോ നടക്കാനോ ഒന്നും കഴിയുന്നില്ല. എണീക്കുമ്പോഴും നടക്കുമ്പോഴൊക്കെ ജീവൻ പോകുന്ന വേദന. എന്നിട്ട് പറയുന്നു വേദന അറിയാതെ പ്രസവിക്കാൻ കഴിഞ്ഞില്ലെന്ന്. എന്ന് ചിന്തിച്ച് അവളുടെ കണ്ണുകളിൽ നിന്നും രണ്ടിറ്റ് കണ്ണുനീർ പുറത്തേക്ക് ഒഴുകി.